അഭിരാമി നമുക്കൊപ്പുണ്ട്. അഭിരാമി എപ്പോഴും നമ്മൾ പറയാണ് കീരിയും പാമ്പും എന്നല്ലേ നമ്മൾ പൊതുവെ പറയുന്നതാണ് ആ ഒരു വൈരാഗ്യത്തിന്റെ ഒരു തീവ്രത കാണിക്കാൻ. ഇതിപ്പോ പാമ്പ് പാവം എതിർപക്ഷത്ത് ശക്തി കൂടി പോയല്ലേ? ആര് ജയിച്ചു അവസാനം? ദിവിഷ് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല, ആ മൂന്ന് കീരികളോടും ആ പാമ്പ് എതിർത്ത് നിന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു സിനിമ ഡയലോഗിൽ പറയില്ലേ, പൊരുതി തോറ്റെങ്കിൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കും. അതുപോലെയാണ് ഈ അവസാന നിമിഷം വരെ നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ആ പാമ്പ് സ്വാഭാവികമായിട്ട് ഈ മൂന്ന് കീരികൾ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് തോക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആ അവസാന നിമിഷം വരെ ആ പാമ്പ് പോരാടി എന്നുള്ളതാണ്. ഇത് ബീഹാറിലെ പട്നയിലെ ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ ഒരു കാഴ്ച നടക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുകയും മുത്തശ്ശിമാർ കഥ പറഞ്ഞവരും ഒക്കെ കേട്ടിട്ടുണ്ട്, കീരിയും പാമ്പും ബദ്ധശത്രുക്കളാണെന്നൊക്കെ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കീരിയും പാമ്പും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ദൃശ്യം കാണുന്നത്. അപ്പോൾ ഈ പാമ്പിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ വീഡിയോയിൽ ബാക്കിയില്ല. ഒരു യാത്രക്കാരനാണ്, വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു വിമാനത്തിലെ യാത്രക്കാരനാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ചിലപ്പോൾ ടേക്ക് ഓഫ് ആയി കാണും, അങ്ങനെ ബാക്കി നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്തായാലും ആ പാമ്പിൻ്റെ പോരാട്ടമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് പത്തി വിടർത്തി മാക്സിമം ആ കീരികളോട് പോരടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം എന്തായാലും ആ പാമ്പിൻ്റെ പോരാട്ടം നമ്മൾ കാണേണ്ടതാണ്. അത് ഒരു പാഠമായി തന്നെ ഉൾക്കൊള്ളേണ്ടതാണ് ഗിരീഷ്. ശരി, എന്തായാലും കീരിയും പാമ്പും അത് അല്ലേ പ്രകൃതിയുടെ സ്വാഭാവിക യുദ്ധമാണെന്ന് തോന്നുന്നു. അത് മാറ്റിമറിക്കാൻ നമുക്കൊന്നും സാധ്യമല്ല. മാറ്റിമറിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ലോകം തന്നെ തിരിച്ചു ഇറങ്ങിയേക്കാം. ശരി അഭിരാമി, കാണാം.